റസൂലുള്ള പറഞ്ഞു, ഒരിക്കൽ സ്വഹാബികളെ ഇരിക്കുന്നു, സ്വഹാബത്തിന്റെ സദസ്സിൽ എഴുന്നേറ്റുകൊണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവാണ് സത്യം, അവൻ മുഅ്മിനല്ല. 3 പ്രാവശ്യം ഈമാനുള്ള പിതാക്കളെ, സ്വർഗത്തിൽ പാറിക്കളിക്കാൻ കൊതിക്കുന്ന സഹോദരങ്ങളെ, മാത്രമല്ല ഈമാനോടുകൂടെ കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായം ചെന്ന പിതാക്കളോട്, എന്റെ നല്ലവരായ ഉമ്മമാരോട് ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുന്നു, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവൻ മുസ്ലിമല്ല, ഒരിക്കലും അവൻ മുഅ്മിനല്ല, ഒരിക്കലും അവൻ മുഅ്മിനാവുകയില്ല. സ്വഹാബത്താകെ ധരിച്ചുപോയി. ഖീല യാ റസൂലല്ലാഹ്, നബിയേ ലഖദ് ഖാബ വ ഖസറ. ആരെക്കുറിച്ചാണോ അങ്ങ് പറയുന്നത് അവൻ വല്ലാത്ത നഷ്ടകാരിയാണല്ലോ നബിയേ, അവൻ വലിയ നഷ്ടകാരിയാണ്. ലഖദ് ഖാബ വ ഖസറ മൻ ഹുവ യാ റസൂലല്ലാഹ്. ആരാണ് ആ മുഅ്മിനാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞവൻ? ആരാണ് നബിയേ? റസൂലുള്ളാഹിന്റെ മറുപടി, മൻ ലാ യുഅ്മനു ജാറുഹു ബവാഇഖഹു. ആരാണെന്നറിയോ? ഒരു മനുഷ്യൻ അവന്റെ അയൽവാസി അവന്റെ ശർറിനെ തൊട്ട് വിശ്വസ്തനല്ല. അവന്റെ അയൽവാസിക്ക്, അവന്റെ അയൽവാസി ഈ മനുഷ്യനെ തൊട്ട് വിശ്വസ്തനല്ല. ഇവനെക്കുറിച്ച് അവൻ പേടിയിലാണ് കഴിയുന്നത്, വിഷമത്തിലാണ് കഴിയുന്നത്, എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന അയൽവാസിയാണ്. എന്നാൽ ഈ മനുഷ്യൻ ലാ യുഅ്മനു ജാറുഹു ബവാഇഖഹു. ഖാലൂ വമാ ബവാഇഖുഹു ഖാല ശർറുഹു. റവാഹുൽ ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ അയൽപക്കത്തുള്ളവന് ഞാനൊരു ശർറാണ് എങ്കിൽ, ഞാനൊരു ബുദ്ധിമുട്ടുള്ളവനാണ് എങ്കിൽ, അവർ എന്നെ കൊണ്ട് വേദനിക്കുന്നുവെങ്കിൽ, വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവാണ് സത്യം, അവൻ മുഅ്മിനല്ല. ഇത് റസൂലുള്ള പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്. ഇത് തമാശകൾ പറഞ്ഞ് കൂട്ടുകാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉമ്മമാരെ മാറി നിൽക്കേണ്ട ഒരു വിഷയമല്ല.